ഈ സെപ്റ്റംബർ മാസം 2025 നേപ്പാളിലൊരു വലിയൊരു പ്രൊട്ടസ്റ്റ് നടന്നു. അന്നത്തെ അവിടുത്തെ ഗവൺമെന്റിനെ മൊത്തത്തോടെ എലിമിനേറ്റ് ചെയ്യും, അത് താഴോട്ട് കൊണ്ടുവരാൻ പറ്റി. അപ്പോൾ ഈ ഒരു ഇവന്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു ടീച്ചിങ് മൊമെന്റ് ആണ് ഇന്ത്യക്ക്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് എന്തൊക്കെ പഠിക്കാൻ പറ്റും, ഇതിന്റെ ഇംപ്ലിക്കേഷൻസ് ഇന്ത്യയിൽ എന്താണ്, ഇതിനെക്കുറിച്ചൊന്ന് ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ഇതൊരു ടെക്സ്റ്റ് ബുക്ക് എക്സാമ്പിൾ ഓഫ് ഫിഫ്ത്ത് ജനറേഷൻ വാർഫെയർ ആണ്. ഫിഫ്ത്ത് ജനറേഷൻ വാർഫെയർ എന്ന് വെച്ചാൽ നമ്മൾ ഈ വാർഫെയർ എന്ന് വെച്ചാൽ എന്താ മനസ്സിലാക്കുന്നത്? വാർഫെയർ എന്ന് വെച്ചാൽ നമ്മൾ ഒരു F-16 അല്ലെങ്കിൽ ഒരു മിസൈലോ, ബ്രഹ്മോസ് മിസൈലോ ഒരു ടൗണിലോ അല്ലെങ്കിൽ ഒരു എയർബേസിലോ അറ്റാക്ക് ആവുന്നു, അതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് വാർഫെയർ. പക്ഷെ വേറൊരു ടൈപ്പ് വാർഫെയർ ഉണ്ട്, ഇൻഫർമേഷൻ വാർഫെയർ. അതാണ് ഫിഫ്ത്ത് ജനറേഷൻ വാർഫെയറിന്റെ ഒരു പ്രത്യേകത. ഇൻഫർമേഷൻ വാർഫെയർ എന്ന് വെച്ചാൽ നമ്മൾ ആ പോപ്പുലേഷനെ സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ട് അവരെ കൊണ്ട് ആ ഒരു കൺട്രീനെ ഡിസ്ട്രോയ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമില്ലാത്തൊരു ഗവൺമെന്റിനെ റിമൂവ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന സോഷ്യൽ മീഡിയയിലൂടെയാണ്. ആൻഡ് ആ സോഷ്യൽ മീഡിയ മാത്രമല്ല, അതിൻ്റെ അകത്ത് ആ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് കാര്യം സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്യണമെങ്കിൽ ആ കൺട്രീനെ നമ്മൾ സ്റ്റഡി ചെയ്യണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ നേപ്പാൾ ആണെങ്കിൽ നേപ്പാളിൻ്റെ പ്രോബ്ലംസ് എന്താണ്, അത് മൊത്തം സ്റ്റഡി ചെയ്തിട്ട് അവിടുത്തെ ഫോൾട്ട് ലൈൻസ് എന്താണ്, അതിൻ്റെ അത് ജെന്യുവൻ ഇഷ്യൂസ് എന്താണ്, ഇതൊക്കെ സ്റ്റഡി ചെയ്തിട്ടാണ് ഒരു ഇൻഫർമേഷൻ വാർഫെയർ നടത്താൻ പറ്റുള്ളൂ. അങ്ങനെ സോഷ്യൽ മീഡിയനെ സിസ്റ്റമാറ്റിക്കലി യൂസ് ചെയ്ത് അതിലൂടെ നമ്മൾ സിറ്റിസൻസിനെ ഇളക്കിയിട്ട് വളരെ സ്ലീക്ക് ആയിട്ടുള്ള ഹാഷ് ടാഗ് ഒക്കെ ഉപയോഗിച്ച് വേക്കപ്പ് നേപ്പാൾ, നല്ല സ്ലീക്ക് ബാനേഴ്സ് ഒക്കെ ഉണ്ടാക്കി ഒരു 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 ലീഡേഴ്സിനെ അതിൻ്റെ അകത്ത് ഗ്രൂം ചെയ്ത് നമ്മൾ സിറ്റിസൻസിനെ നമ്മൾ ഇറക്കി ഒരു റെവല്യൂഷൻ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ സിറ്റിസൻസ് വന്ന് സ്ട്രീറ്റ്സിൽ വന്ന് അറ്റാക്ക് ചെയ്യും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ഹൂളിഗൻസിനെയും കൂടി ഇറക്കി ആ കൺട്രിയുടെ ലോ ആൻഡ് ഓർഡറിനെ നമുക്ക് ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റണം. അപ്പോൾ ആ ഒരു പ്രോസസ്സ് നമ്മൾ അങ്ങനെ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഡെഫിനറ്റ്ലി സോഷ്യൽ മീഡിയ ഉപയോഗിച്ചിട്ട്. അപ്പോൾ സോഷ്യൽ മീഡിയ എന്താണ്, ഒരു ക്യാമ്പയിൻ നേപ്പാളിൽ നടത്തിയത്, നേപ്പാളിലെ ഒരു ജെന്യുവൻ ഇഷ്യൂ എടുത്തിട്ട്, അതായത് കറപ്ഷൻ ഒരു നേപ്പാളീസ് പോപ്പുലേഷൻ ഒരു ജെന്യുവൻ ഇഷ്യൂ ആണ്. പിന്നെ വളരെ റിച്ച് ആണ്, പുവർ വളരെ പുവർ ആണ്. അപ്പോൾ ഈ ഒരു ക്ലാസ് ഡിഫറൻസും ഒരു ഹ്യൂജ് ഇഷ്യൂ ആണ്, കറപ്ഷൻ ഒരു ഹ്യൂജ് ഇഷ്യൂ ആണ്. അതിനെ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ല സ്ലീക്ക് വീഡിയോസ് ഉണ്ടാക്കി ടിക്ടോക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഉണ്ടാക്കി അതിനെ സ്പ്രെഡ് ചെയ്ത് അങ്ങനെയാണ് ഈ ഒരു ക്യാമ്പയിൻ അതിൻ്റെ അകത്ത് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ ഇത് ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ഈ ഫോറിൻ ഇൻ്റലിജൻസ് ഏജൻസീസ് ആണ് നമ്മുടെ സോഷ്യൽ മീഡിയസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത്. യൂട്യൂബിൻ്റെ ആൽഗോരിതം ആയാലും, ഇൻസ്റ്റാഗ്രാമിൻ്റെ ആൽഗോരിതം ആയാലും, ഫേസ്ബുക്കിൻ്റെ ആൽഗോരിതം ആയാലും, അതെല്ലാം പറയപ്പെടുന്നത് US ഇൻ്റലിജൻസിൻ്റെ കയ്യിലാണ് ഉള്ളത്. അവർക്ക് നല്ല കൺട്രോൾ ഉണ്ട് ഈ ആൽഗോരിതംസിൽ. അപ്പോൾ ആരെന്ത് കാണും, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ 2024 ഇലക്ഷനിൽ തന്നെ യൂട്യൂബ് ചാനലിൽ യൂട്യൂബ് വീഡിയോസ് ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ എതിരെ തന്നെ സ്ട്രോങ് ആയിട്ട് തന്നെ യൂട്യൂബ് ആൽഗോരിതം ഓൾട്ടർ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മളുടെ സോഷ്യൽ മീഡിയ നമ്മളെ സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട്. ഈ കാര്യം നമുക്ക് നേരത്തെ അറിയാം, എല്ലാവർക്കും അറിയാം. ആ ആൽഗോരിതംസ് എല്ലാവരുടെയും ഫീഡ് ഒന്നല്ല, നമുക്കറിയാം. നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമ്മളുടെ എല്ലാ ഫേസ്ബുക്ക് ഫീഡായാലും ഇൻസ്റ്റാഗ്രാം ഫീഡായാലും എല്ലാം സോഷ്യൽ മീഡിയ ഫീഡ്സ് നമ്മുടെ മുന്നിൽ വരുന്നത് നമ്മളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചാണ് നമുക്കത് കാണുന്നത്. അപ്പോൾ ഇതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഫോറിൻ എൻറ്റിറ്റിക്ക് ഒരു ഇഷ്യൂ പുഷ് ചെയ്യണം മുകളിലോട്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് ഒരു ഔട്ട്റേജ് അവർക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഔട്ട്റേജ് നേപ്പാളിൽ ക്രിയേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കംപ്ലീറ്റ് ഡിസ്ട്രക്ഷൻ ഓഫ് ദ ഗവൺമെൻറ് അവർക്ക് ചെയ്യാൻ പറ്റുന്നത്. സെയിം മോഡസ് ഓപ്പറൻഡി അവർ ബംഗ്ലാദേശിൽ യൂസ് ചെയ്തായിരുന്നു. അവിടുത്തെ ജെന്യുവൻ ഇഷ്യൂസിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് അവർ അത് ഒരു ഗവൺമെൻറ്റിനെ, അവർക്ക് ഇഷ്ടമില്ലാത്ത ഒരു ഗവൺമെൻറ്റിനെ അവർ അട്ടിമറിക്കുകയുണ്ടായി. അപ്പോൾ നമുക്ക് അങ്ങനെ സിറ്റിസൻസിനെ വെപ്പണൈസ് ചെയ്യാൻ പറ്റും. സിറ്റിസൻസിനെ ഒരു വെപ്പൺ, ഒരു ബ്രഹ്മോസ് മിസൈലാക്കി മാറ്റുക, അല്ലെങ്കിൽ ഒരു F-16 ആക്കി മാറ്റി അവരെ കൊണ്ട് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂഷനെ ഡിസ്ട്രോയ് ചെയ്യാൻ പറ്റും. നേപ്പാൾ പാർലമെൻറ്റ് സെറ്റ് ഓൺ ഫയർ ആഫ്റ്റർ PM റിസൈൻസ്. അപ്പോൾ നമുക്ക് നമ്മളുടെ സിറ്റിസൻസിനെ സൈക്കോളജിക്കലി മാനിപ്പുലേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യുക എന്നുള്ള ഒരു ക്യാമ്പയിനെയാണ് ഫിഫ്ത്ത് ജനറേഷൻ വാർഫെയർ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു
കോൺസെപ്റ്റിനെ കുറിച്ചൊരു ബോധവൽക്കരണത്തിന് വേണ്ടിയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഉണ്ടാക്കുന്നത്. ബിക്കോസ് ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ ഇൻഫർമേഷൻ വാർഫെയർ നേപ്പാളും ബംഗ്ലാദേശും അല്ല, അതിൻ്റെ പ്രൈമറി ടാർഗറ്റ് ഇന്ത്യയാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ എംപയർ വളരെ ഒരു ക്രൈസിസിലാണ് നിൽക്കുകയാണ്. അപ്പോൾ രണ്ട് മെയിൻ ചാലഞ്ചസ് ആണ് അമേരിക്കൻ എംപയറിനെതിരെ ഉള്ളത്. ഫ്യൂച്ചർ ഓഫ് 21st century ബിലോങ്സ് ടു ഏഷ്യ. അപ്പോൾ ഇന്ത്യയും ചൈനയാണ് ഫ്യൂച്ചർ. അപ്പം എങ്ങനെയെങ്കിലും ഇന്ത്യയും ചൈനേനെയും തകർക്കുക എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ഒരു അജണ്ട. അറ്റ്ലീസ്റ്റ് അവരെ വീക്കൻ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു അജണ്ട. അപ്പോൾ അതിന് യൂസ് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സിറ്റിസൻസിനെ തന്നെ യൂസ് ചെയ്തുകൊണ്ട് ആ കൺട്രീസിനെ ഡീസ്റ്റേബിലൈസ് ചെയ്യാം. അപ്പം നേപ്പാളിൽ കറപ്ഷനും നെപ്പോക്കിഡും ആണ് ഇഷ്യൂ എങ്കിൽ ഇന്ത്യയിൽ അതുപോലെ തന്നെ റൂറൽ ഡിസ്ട്രെസ്, പോവർട്ടി, കാസ്റ്റ് പ്രോബ്ലംസ്, കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, ഹിന്ദു മുസ്ലിം കോൺഫ്ലിക്റ്റ്, ഇങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് ഇന്ത്യയിലും ഉണ്ട്. ഇതെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ എക്സാസർബേറ്റ് ചെയ്തിട്ട് ഇന്ത്യനെയും ഇതേപോലെ തന്നെ F-16 ഒന്നും ഇല്ലാതെ നേപ്പാളിൽ ചെയ്ത പോലെ തന്നെ ഇന്ത്യനെ ഡീസ്റ്റേബിലൈസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഈ ഒരു കാര്യമാണ് സത്യം പറഞ്ഞാൽ നേപ്പാളിൽ നിന്ന് നമ്മൾ പഠിക്കാനുള്ളത്. നേപ്പാൾ എന്ത് ചെയ്തോ അത് ഇന്ത്യയിൽ ശ്രമിക്കുന്നുണ്ട്. അത് അങ്ങനെ ഇന്ത്യൻ സിറ്റിസൻസിനെയും, ബിക്കോസ് അതിൻ്റെ എവിഡൻസ് എന്നാണ്, ഇന്ത്യൻ സിറ്റിസൻസിനെ ഇതുപോലെ നേപ്പാളി സിറ്റിസൻസിനെ ഉപയോഗിച്ച പോലെ ഇന്ത്യൻ സിറ്റിസൻസിനെയും ഒരു മിസൈലാക്കി മാറ്റി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഡിസ്ട്രോയ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ, ഷർജിൽ ഇമാം പറഞ്ഞു ചിക്കൻ നെക്കിനെ നമ്മൾ ബ്രേക്ക് ചെയ്യണം. ചിക്കൻ നെക്കിനെ ബ്രേക്ക് ചെയ്തിട്ട് നമ്മൾ നോർത്ത് ഈസ്റ്റിനെ നമുക്ക് ഇന്ത്യയിൽ നിന്ന് മാറ്റണം. ഇതൊന്നും പ്രൊട്ടസ്റ്ററിൻ്റെ ഡയലോഗല്ല, ഇതൊരു മിലിറ്ററി ഡയലോഗാണ്. അപ്പോൾ ഇതെല്ലാം ഒരു മിലിറ്ററി ഡോക്ടറിൻ്റെ ഭാഗമായിട്ടാണ്, ഇൻഫർമേഷൻ വാർഫെയറുടെ ഭാഗമായിട്ടാണ് ഷർജിൽ ഇമാം, ഉമർ ഖാലിദ് പോലുള്ള ആൾക്കാർ ഡൽഹി റൈറ്റ്സ് നടത്തി. അപ്പോൾ അവരെല്ലാവരും ഈ ഒരു ഇൻഫർമേഷൻ വാർഫെയറുടെ ടൂൾസ് ആണ്. അപ്പോൾ ഇത് നമ്മൾ നേപ്പാളിൽ എന്ത് ചെയ്തോ അത് തന്നെ ഇന്ത്യയിലും അവർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ട് ഈ പേഴ്സൺ പോലെ അർപ്പിത് ശർമ്മയുടെ വീഡിയോ നമുക്ക് ട്വിറ്ററിൽ പോയാൽ കാണാൻ പറ്റും. അർപ്പിത് ശർമ്മ വളരെ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട് ഇന്ത്യൻ യൂത്ത് നേപ്പാൾ മോഡൽ ഫോളോ ചെയ്യണം. അപ്പോൾ എന്താണ് അതിൻ്റെ അർത്ഥം? ഇന്ത്യൻ പാർലമെൻറ്റ് അറ്റാക്ക് ചെയ്യണം, ഇന്ത്യയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ സുപ്രീം കോർട്ട് ബേൺ ചെയ്യണം. അപ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്. പ്രശ്നങ്ങളില്ലാത്ത കൺട്രി അല്ലല്ലോ ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിൽ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അത് നമ്മൾ ആ പ്രശ്നങ്ങളെല്ലാം സോൾവ് ചെയ്യുന്ന വെച്ചാൽ നേപ്പാൾ മോഡലിൽ സോൾവ് ചെയ്യണം എന്നാണ് അർപ്പിത് പറയുന്നത്. അപ്പോൾ ഇത് ഞാൻ എൻ്റെ മെയിൻ ആർഗ്യുമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ പാടില്ല എന്നുള്ളതല്ല. നമ്മൾ ഡെഫിനറ്റ്ലി ഗവൺമെന്റിനെ ക്രിട്ടിസൈസ് ചെയ്യണം, നമ്മളുടെ വ്യൂസ് നമ്മൾ വെക്കണം. പക്ഷെ അർപ്പിത് ശർമ്മ അതല്ല ഈ പറയുന്നത്. അർപ്പിത് ശർമ്മയുടെ ആ വീഡിയോ കണ്ടാൽ നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും, ആ പുള്ളി ക്ലിയർ ആയിട്ടും ഒരു വയലന്റ് ഓവർത്രോ ഓഫ് ദ ഗവൺമെന്റ് തന്നെയാണ് കോൾ ഫോർ ചെയ്യുന്നത്. ആൻഡ് ഈ ഒരു വോയിസസ് ആംപ്ലിഫൈ ചെയ്യുന്ന അർപ്പിത് ശർമ്മ മാത്രമല്ല, പല ആൾക്കാരും ഈ വോയിസസിനെ ആംപ്ലിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഡെഫിനറ്റ്ലി ഒരു ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യയിലും തന്നെ സക്രിയമാണ്. അപ്പോൾ ചോദ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യയിൽ ഇത്രയും പ്രോബ്ലംസ് ഉണ്ടായിട്ട് ഇൻഫർമേഷൻ വാർഫെയർ സക്സീഡ് ചെയ്യാത്തന്ന അതിൻ്റെ ഒരു റീസൺ രണ്ട് റീസൺസ് ഉണ്ട്. ആക്ച്വലി ഹിന്ദു പോസ്റ്റ് ഒരു നല്ലൊരു പോസ്റ്റ് ട്വിറ്ററിലിട്ടായിരുന്നു. One key reason why regime change operations are failing in India is the Internet Hindu. ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ഇന്റർനെറ്റ് ഹിന്ദു ഇസ് രാമചന്ദ്ര ഗുഹനെ പുള്ളി കോട്ട് ചെയ്യുന്നുണ്ട്. രാമചന്ദ്ര ഗുഹ എന്ന് വെച്ചാൽ ഹൈ പ്രീസ്റ്റ് ഓഫ് സെക്കുലറിസം ഇൻ ഇന്ത്യ ആണ്. പുള്ളി പറയുന്നത് ഇന്റർനെറ്റ് ഹിന്ദു, പുള്ളി ഉപയോഗിച്ച ഒരു ടൈറ്റിലാണ് ഇന്റർനെറ്റ് ഹിന്ദു ഈസ് എ സർട്ടൻ കൈൻഡ് ഓഫ് ഇന്ത്യൻ ഹു ഗെറ്റ്സ് അപ്പ് ബിഫോർ ഡോൺ, ഹാസ് എ ഗ്ലാസ് ഓഫ് കൗസ് മിൽക്ക്, prays to sun god and begins scanning cyberspace for that day's secular heresies. അപ്പോൾ ഇന്റർനെറ്റ് ഹിന്ദു, ആക്ച്വലി ഇന്റർനെറ്റ് ഹിന്ദു എന്ന് പറയുന്നത് ഈ മറ്റേ ലെഫ്റ്റുകാർ പറയുന്ന സംഘീസ് എന്ന് പറയുന്ന ഗ്രൂപ്പിനെയാണ് ഇന്റർനെറ്റ് ഹിന്ദുവിനെ കുറച്ചും കൂടി നല്ല, എനിക്ക് ആക്ച്വലി സംഘീനെ കാട്ടി ഇഷ്ടപ്പെട്ട ഒരു വേർഡാണ് ഇന്റർനെറ്റ് ഹിന്ദു. അപ്പോൾ ഈ ഇന്റർനെറ്റ് ഹിന്ദുസ് ബേസിക്കലി എന്താ ചെയ്യുന്നത് വെച്ചാൽ ദേ ഡു റിസർച്ച്. അവർ ഈ പ്രൊപ്പഗാൻഡനെ ഓരോന്ന് മെറ്റിക്കുലസ് ആയിട്ട് ബ്രേക്ക് ഡൗൺ ചെയ്യാണ്. എല്ലാം പ്രൊപ്പഗാൻഡ ഇന്ത്യയുടെ എതിരെ, ഇന്ത്യൻ സോഷ്യൽ ഫാബ്രിക്കിനെ ഡിസ്ട്രോയ് ചെയ്യാൻ വേണ്ടിയുള്ള എല്ലാം സോഷ്യൽ മീഡിയ, ബിക്കോസ് സോഷ്യൽ മീഡിയ ആണല്ലോ ഈ ഇൻഫർമേഷൻ വാർഫെയറുടെ മെയിൻ ആയുധം. അപ്പോൾ അതിൻ്റെ അകത്തുള്ള കൗണ്ടർ വെയ്റ്റും ഇന്റർനെറ്റിലാണല്ലോ ഇരിക്കേണ്ടത്. അപ്പോൾ ഇന്റർനെറ്റ് ഹിന്ദുവാണ് ഏറ്റവും ആദ്യത്തെ കൗണ്ടർ വെയ്റ്റ്. അവർ റിസർച്ച് ചെയ്ത്
കറക്റ്റായിട്ട് കണ്ടുപിടിച്ച് ഈ ഈ ഇൻഫർമേഷൻ വാർഫെയർ ഇന്ത്യയിൽ ആക്ച്വലി ഇന്ത്യനെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു എൻറ്റിറ്റി ആയിട്ട് ആണ് ഞാൻ കാണുന്നത് ആക്ച്വലി. ആൻഡ് ഈ ഇന്റർനെറ്റ് ഹിന്ദുസ് ആണ് നേപ്പാളിൽ തന്നെ കുറച്ച് അവർ ഡിഗ് ചെയ്തിട്ട് ഇതുപോലത്തെയുള്ള ആക്ടേഴ്സ് ആയിരുന്നു അന്നത്തെ റെവല്യൂഷന്റെ പിന്നിലുള്ള ഹമി നേപ്പാൾ. ഈ ഹമി നേപ്പാളിന്റെ ഫണ്ടിങ്ങിനെ കുറിച്ചൊക്കെ നന്നായിട്ട് ഈ വിജയ് പട്ടേൽ അതുപോലത്തെ ഉള്ള ആൾക്കാർ ഫിഷ് ഔട്ട് ചെയ്തായിരുന്നു. ഇതിന്റെ ഡീറ്റെയിൽസിലേക്ക് ഞാൻ ഈ വീഡിയോ പോകുന്നില്ല, ബിക്കോസ് ആ വീഡിയോയുടെ പോയിന്റ് അതല്ല, നിങ്ങൾക്ക് അത് ട്വിറ്ററിൽ കാണാം. അപ്പൊ ഇത് ബേസിക് പോയിന്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ അവർ ഇതിന്റെ പിന്നിലുള്ള ഫണ്ടേഴ്സിന്റെ പേര് സഹിതം അവർ എക്സ്പോസ് ചെയ്തു. ആൻഡ് ഈ ഫണ്ടേഴ്സ് എല്ലാവരും അമേരിക്കയും അമേരിക്കൻ NGOസുമായിട്ട് കണക്റ്റഡ് ആണ്. അപ്പോൾ ഇറ്റ് ഇസ് വെരി ക്ലിയർ, പൈസ അവിടെ നിന്ന് വരുന്നു, സോഷ്യൽ മീഡിയ ആൽഗോരിതം മാനിപ്പുലേറ്റ് ചെയ്യുന്നു. അപ്പം ഞാൻ നോക്കിയിട്ട് അമേരിക്കൻ ഹാൻഡ് ഭയങ്കര ക്ലിയർ ആയിട്ട് ഇതിൻ്റെ അത് വിസിബിൾ ആണ്. പക്ഷേ മെയിൻ പോയിന്റ് എൻ്റെ ആഗ്രഹം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമേരിക്കൻ ഹാൻഡ് ഉണ്ടോ ഇല്ലയോ എന്ന് പ്രൂവ് ചെയ്യുക എന്നുള്ളതല്ല. ഇൻഫർമേഷൻ വാർഫെയർ ഇസ് റിയൽ, അത് ശരിക്കും ഉള്ളതാണ്. നമ്മളെല്ലാ ഇന്ത്യൻ സിറ്റിസൺസും അവെയർ ആയിരിക്കണം. ആൻഡ് രണ്ടാമത്തെ റീസൺ ഇന്ത്യയിൽ ഇൻഫർമേഷൻ വാർഫെയർ സക്സീഡ് ചെയ്യാത്തത് ഒരു സംശയമില്ല, രാഷ്ട്രീയ സ്വയം സേവക് സംഘിന്റെ പ്രസൻസ് തന്നെയാണ്. എല്ലാ രീതിയിലുള്ള ആന്റി ഇന്ത്യ പ്രൊപ്പഗാൻഡനെ വളരെ വിദഗ്ധമായിട്ട് ഒരു മാസ് മൊബിലൈസേഷൻ അവർക്ക് അത്ര ഈസിലി ചെയ്യാൻ പറ്റാത്ത എന്താണെന്ന് വെച്ചാൽ ഒരു മാസ് ഓർഗനൈസേഷൻ RSS ഇന്ത്യയിൽ ഉള്ളതുകൊണ്ടാണ്. അവർ ഇന്ത്യൻ സിവിൽ സൊസൈറ്റിയുടെ എല്ലാ സ്ഥലത്തും അവർ പെനിട്രേറ്റ് ചെയ്യുന്നുണ്ട്. അവർക്ക് ഇതുപോലത്തെ ഉള്ള ആന്റി ഇന്ത്യ, ഡീസ്റ്റേബിലൈസ് ഇന്ത്യ പ്രൊപ്പഗാൻഡാണ് സംഘൻ RSSന്റെ നെറ്റ്വർക്കിന് ഡെഫിനറ്റ്ലി ഓൺ ദ ഗ്രൗണ്ട്, ഇന്റർനെറ്റിലല്ല, ഓൺ ദ ഗ്രൗണ്ട് ഓഫ്ലൈനിൽ എന്താ പറയുന്നത് ഒരു ആന്റിഡോട്ടായിട്ട് RSSന് വർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഇതിന്റെ മുമ്പും ഡീസ്റ്റേബിലൈസേഷൻ ട്രൈ ചെയ്തിട്ടുണ്ട്. CAA പ്രൊട്ടസ്റ്റ്, ആക്ച്വലി ഞാൻ പറയുന്നത് ഗവൺമെന്റിന്റെ പ്രൊട്ടസ്റ്റ് ചെയ്യരുതെന്നല്ല, പ്ലീസ് ഞാൻ റിപ്പീറ്റ് ചെയ്യാണ്, പ്രൊട്ടസ്റ്റ് ചെയ്യാം, അതിനൊക്കെ പോളിസീസ് എതിർക്കാം, അതല്ല ഇവിടുത്തെ വിഷയം. പക്ഷെ അന്ന് ഡൽഹി റയറ്റ്സ് ഒക്കെ ഉണ്ടായത് CAAയുടെ പാർട്ടാണ്. ഡൽഹി റയറ്റ്സ് ഒന്നും ഓർഗാനിക് ആയിട്ട് നടന്നതല്ല, അതൊക്കെ സിസ്റ്റമാറ്റിക് പ്ലാനിങ് കൂടെ നടന്നതാണ്. എങ്ങനെയോ അത് ഔട്ട് ഓഫ് കൺട്രോൾ ആയിട്ട് പോയില്ല. അത് ഗവൺമെന്റ്, ഇന്ത്യൻ ഇന്റലിജൻസിന്റെയും ഇന്ത്യൻ സെക്യൂരിറ്റി ഫോഴ്സസിന്റെ ഒരു അലർട്ട്നെസ് കാരണമുണ്ട്. പക്ഷെ ദേ ട്രൈഡ്. CAAയുടെ ആ കവറിൽ ഹിന്ദു മുസ്ലിം റയറ്റ്സ് ഉണ്ടാക്കാൻ ഷർജിൽ ഇമാം ഓൺ റെക്കോർഡ് പറഞ്ഞു, ഞാൻ അതിന്റെ വീഡിയോ കണ്ടിട്ടുണ്ട്, ഓൺ റെക്കോർഡ് പറഞ്ഞിരിക്കുന്നത് ഇന്ത്യൻ സിറ്റീസിൽ 30% മുസ്ലിം മെജോറിറ്റി ഉള്ള നോർത്ത് ഇന്ത്യൻ സിറ്റീസിൽ റയറ്റ്സ് ഉണ്ടായാൽ നമുക്ക് ഇന്ത്യനെ സ്തംഭിപ്പിക്കാൻ പറ്റും. അപ്പോൾ മുസ്ലിം പോപ്പുലേഷൻ റൈറ്റ്സ് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഷർജിൽ ഇമാമിന്റെ വീഡിയോ സർക്കുലേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹിന്ദു മുസ്ലിം റൈറ്റ്സ്, ദളിത് അപ്പർ കാസ്റ്റ് റൈറ്റ്സ്, അല്ലെങ്കിൽ ഡീസ്റ്റേബിലൈസേഷൻസ്, അങ്ങനെ എല്ലാ രീതിയിലുള്ള ഫോൾട്ട് ലൈൻസ് ഇന്ത്യയിൽ യൂസ് ചെയ്യാനായിട്ട് ഇവർ നന്നായിട്ട് ശ്രമിച്ചു. ആൻഡ് ഇതിൻ്റെ അകത്ത് വേറൊരു ഫാക്ടർ ഉണ്ട്, ഇത് മാർക്സിസ്റ്റ് ഐഡിയോളജി. ഐറോണിക് ആണ്, പക്ഷെ മാർക്സിസ്റ്റ് ഐഡിയോളജി സത്യം പറഞ്ഞാൽ CIA പോലുള്ള ഓർഗനൈസേഷൻസിന്, അമേരിക്കൻ ഇന്റലിജൻസിനൊക്കെ ഭയങ്കര യൂസ്ഫുൾ ആണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാൾ മാർക്സിന്റെ ഒരു ഫണ്ടമെന്റൽ തിയറിയാണ്, നമുക്ക് നാട് നന്നാക്കാൻ ഒക്കത്തില്ല, നാട് നന്നാവുന്നതിന്റെ മുമ്പ് അത് സ്മാഷ്ഡ് ആവണം. ഒരു ഫോഴ്സസ് ഓഫ് നേച്ചർ അല്ല ഫോഴ്സസ് ഓഫ് സൊസൈറ്റി, ക്ലാസ് കോൺഫ്ലിക്റ്റ് എക്സാസർബേറ്റ് ചെയ്ത് അത് ഒരു സഹിക്കാൻ മേലാതാവുമ്പോഴത്തേക്ക് സൊസൈറ്റി അങ്ങ് ഡിസ്ട്രോയിഡ് ആവും. ആ ക്ലാഷ് ഒരു കോൺഫ്ലിക്റ്റിൽ ആണ് നമ്മൾ സൊസൈറ്റിനെ സ്മാഷ് ചെയ്തിട്ട് നമ്മളൊരു പുതിയൊരു സൊസൈറ്റി ഡെവലപ്പ് ചെയ്യാന്നുള്ളതാണ്. ഈ ഒരു ഐഡിയ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ യൂത്തിൽ ശരിക്കും റെസണേറ്റ് ചെയ്യും. ഇന്ത്യൻ യൂത്ത് ആയാലും ഏത് യൂത്ത് ആയാലും ഈ മാർക്സിസ്റ്റ് ഐഡിയ, എപ്പോഴും യങ്സ്റ്റേഴ്സ് ആണ് മാർക്സിസ്റ്റ് ഐഡിയോളജിക്ക് ഏറ്റവും സപ്പോർട്ട് ചെയ്യുന്നത് യൂഷ്വലി, ബിക്കോസ് ഇവർക്ക് യങ് ഈ ബ്ലഡിന് ഭയങ്കര ഇഷ്ടം. ബിക്കോസ് അറ്റ് ദ ഫേസ് ഓഫ് ഇറ്റ് അതൊരു അപ്പീലിംഗ് ഐഡിയ ആണ്. ഭയങ്കര കറപ്ഷനാണ്, ആൾക്കാർ ഭയങ്കര കറപ്റ്റ്, എല്ലാവരും ഒന്ന് നശിപ്പിച്ച്, എല്ലാവരും ബോംബിട്ട് തകർത്തുക, അല്ലെങ്കിൽ എല്ലാവരും മാറ്റുക, അങ്ങനെയൊക്കെ പറയുമ്പോൾ ഒരു എന്താണ് ഒരു ത്രില്ലുണ്ട്, ഒരു യൂത്തിന് ഒരു ത്രില്ല് വരും. അപ്പോൾ ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി ഈ ഒരു ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു ഡിസ്ട്രോയ് ദ എവറിത്തിങ് എന്നുള്ള ഒരു ഐഡിയനെ ആക്സെന്റുവേറ്റ് ചെയ്യാൻ വേണ്ടി മാർക്സിസ്റ്റ് ഓർഗനൈസേഷൻസും ലെഫ്റ്റ് ഓർഗനൈസേഷൻസിനും പറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ വിശ്വസിക്കുന്ന ഈ ലെഫ്റ്റ് ഓർഗനൈസേഷൻസ് ഐറോണിക്കലി അവർ എപ്പോഴും അമേരിക്കൻ ഇമ്പീരിയലിസത്തിന്റെ എതിരെ നിൽക്കുന്നു എന്നൊക്കെ പറയുമെങ്കിലും ഈ ഐറോണിക്കലി അവർ ശരിക്കും പറഞ്ഞാൽ ഈ ഫോഴ്സസിനെ എയ്ഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. ബിക്കോസ് ഈ മാർക്സിസ്റ്റ് ഐഡിയോളജി യൂത്തിനെ ഈസിലി മാനിപ്പുലേറ്റ് ചെയ്ത് അവരെ ഒരു ഈസിലി ഡിസ്ട്രക്റ്റീവ് മോഡിലൊക്കെ കൊണ്ടുവരാൻ സാധിക്കുന്നുണ്ട്. അപ്പോൾ ഫോർ എക്സാമ്പിൾ മാവോ അങ്ങനെയാണ് മാവോയിസ്റ്റ് റെവല്യൂഷൻ ഉണ്ടാക്കി. കോളേജ് സ്റ്റുഡൻസ് ആണ് മാവോയിസ്റ്റ് റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ, അല്ലെങ്കിൽ സ്റ്റുഡൻസ് ആണ് മാവോയിസ്റ്റ് റെവല്യൂഷനിൽ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. അവരൊരു വയലൻസ് അൺലീഷ് ചെയ്തു, അങ്ങനെ ഒരു ഗവൺമെന്റിനെ അവർക്ക് അട്ടിമറിക്കാൻ പറ്റി. അത് കഴിഞ്ഞിട്ട് അവരെന്ത് ചെയ്തു, ഒരു ഫെമൈൻ വഴി
ചൈന ശരിക്കും നശിച്ചു മാവോയിസ്റ്റ് റെജിമിൻ്റെ. അവസാനം അവർ രക്ഷപ്പെട്ട് ഇന്ന് വേൾഡ് നമ്പർ 2 കൺട്രി ആയിട്ട് മാറിയത് മാവോയിസവും കമ്മ്യൂണിസം കൊണ്ടല്ല, ക്യാപിറ്റലിസം കൊണ്ടാണ്. അമേരിക്കൻ ക്യാപിറ്റലിസം അവർ ഇമ്പോർട്ട് ചെയ്ത് ഒരു ടോട്ടലിറ്റേറിയൻ റെജീമിൻ്റെ ഉള്ളിൽ ചെയ്താണ് അവരിങ്ങനെ ഇപ്പോൾ ഒരു നമ്പർ 2 എക്കോണമി ആയത്. പക്ഷെ ഓൾമോസ്റ്റ് അവർ ഡിസ്ട്രോയിഡ് ആയിരുന്നു ഈ മാർക്സിസ്റ്റ് സ്മാഷ് ദ വേൾഡ് ഐഡിയോളജിയുടെ പേരിൽ. അപ്പോൾ ഒരിക്കലും നമ്മൾ ഇങ്ങനൊരു എൻ്റെ ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനൊരു വയലന്റ് ഐഡിയോളജിനെ സപ്പോർട്ട് ചെയ്യരുത്. ആൻഡ് നമ്മൾ ഇന്ത്യയിലുള്ള പ്രോബ്ലംസ്, കാസ്റ്റ് പ്രോബ്ലം ആയാലും ഹിന്ദു മുസ്ലിം പ്രോബ്ലം ആയാലും റൂറൽ ഡിസ്ട്രസ് ആയാലും, നമ്മൾ സിറ്റിസൻസ് മുന്നോട്ട് വന്ന് നമ്മുടെ കൺട്രിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് വോളണ്ടിയറിസത്തിൽ കൂടെ നമ്മൾ ഈ കൺട്രിയുടെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ് വേണം നോക്കേണ്ടത്. നമ്മൾ ജെന്വിൻ ഇന്ത്യയിലെ ജെന്വിൻ പ്രോബ്ലംസ് ഒരുപാടുണ്ട്. നമ്മുടെ ഫോറിൻ ഫോഴ്സസിനെ അത് ഉപയോഗിച്ച് നമ്മളെ എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കരുത്. ആൻഡ് എനിക്ക് ഈ നേപ്പാളിൻ്റെ ഇഷ്യൂവിൽ എനിക്ക് പറയാനുള്ളത്, എനിക്ക് നേപ്പാളീസ് യങ്സ്റ്റേഴ്സിനോട് സിമ്പതിയുണ്ട്, അവരുടെ ഐഡിയനോട് സിമ്പതിയുണ്ട്. കറപ്ഷൻ ഉണ്ട്, അത് എല്ലാം കറക്റ്റായ കാര്യമാണ്. ആൻഡ് അത് എൻ്റെ ഒരു ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാം ഡിസ്ട്രോയ് ചെയ്ത് പ്രോപ്പർട്ടി ഡിസ്ട്രോയ് ചെയ്താൽ നമുക്ക് ഒരു കൺട്രീനെ ഡിസ്റ്റെബിലൈസ് ചെയ്യാൻ പറ്റുമോ? അതിൻ്റെ എക്കോണമി താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ എംപ്ലോയ്മെൻറ്റും പോവർട്ടി മാറുമോ? അപ്പോൾ എൻ്റെ ഒരു അപ്പീൽ എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ, വി ഷുഡ് സേ നോ ടു ദ ഫോഴ്സസ് ഓഫ് അനാർക്കി. നമ്മൾ ഈ ഫോഴ്സസിനെ നമ്മൾ തകർക്കണം. ഈ ഫോഴ്സസ് നമ്മൾ അവർ പറയുന്നത്, അവരുടെ മെക്കനൈസേഷനോ അവരുടെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷനിൽ നമ്മൾ വീഴരുത്. അവർ നമ്മളുടെ ഫ്രണ്ട്സ് അല്ല. ജയ് ഹിന്ദ്.